ഹലോ, നമ്മളെ 11ാം നോമ്പിൻ്റെ കുറച്ച് ഓർഡറുകളും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ട് കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഈത്തപ്പഴം പൊരിയും അതേപോലെ ഒരു 100 സമൂസയും ഒരു 50 കട്ട്ലറ്റിനൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ സമൂസയൊക്കെ ഞാൻ മസാലയൊക്കെ കൂട്ടി ചുറ്റിലൊക്കെ കഴിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കട്ട്ലറ്റും ഞാൻ റെഡിയാക്കി വെച്ചിരിക്കണേ. നമുക്ക് പൊരിച്ചെടുക്കാനില്ല പണിയുള്ളൂ കേട്ടോ. ഒക്കെ റെഡി ആയതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. എന്നും ഇങ്ങനെ മസാല കൂട്ടുന്നതൊക്കെ കാണണം. നമ്മൾ നോമ്പിൻ്റെ മുമ്പ് പൊരിച്ച പത്തിരി ഉണ്ടാക്കണ പോലെ ഇപ്പോൾ നോമ്പായി നോക്കുമ്പോൾ നമ്മൾ മാഷാ അല്ലാ എന്നും കട്ട്ലറ്റും സമൂസയും തന്നെയാണല്ലോ അല്ലേ കാണാൻ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മസാല റെഡിയാക്കണമെന്ന് വീഡിയോ എടുക്കാൻ. പിന്നെ അതാ ഈത്തപ്പഴംപൊരി നമ്മൾ പഴംപൊരി മാവുണ്ടല്ലോ, നമ്മൾ സ്വന്തം പഴംപൊരി മാവിലാണ് മുക്കിയിട്ട് ആ എണ്ണയ്ക്ക് ഇങ്ങനെ ഇട്ടെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ അണ്ടിപ്പരിപ്പ് വെക്കുന്ന ആളുകളുണ്ട്. അതേപോലെ പഞ്ചസാരയും തേങ്ങയൊക്കെ ഇതാക്കിയിട്ട് അങ്ങനെയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പഞ്ചസാരയും തേങ്ങയൊക്കെ ഓൾറെഡി ഈത്തപ്പഴം മധുരമാണല്ലോ, നമ്മളെ മാവിലും കുറച്ച് മധുരമുണ്ട്. അപ്പം ഞാൻ കൂടുതൽ മധുരം ആവേണ്ട വിചാരിച്ചാണ്ട് വെറുതെ മുക്കിയിട്ടുണ്ട് പൊരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഈത്തപ്പഴംപൊരി ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ എല്ലാം പൊരിച്ചിങ്ങാണ്ടൊക്കെ റെഡി ആക്കണം കേട്ടോ. ഒക്കെ നമ്മൾ പാത്രത്തിൽ റെഡിയാക്കി വെച്ചിരിക്കണേ. ഇനി ഇത് ബോക്സിലാക്കി അത് കൊടുത്ത് വിട്ടാൽ മതി കേട്ടോ. ഓട്ടോയിലാണ് കൊടുത്ത് വിട്ടാൽ മതി നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക്. പിന്നെ അതിന് ശേഷം എനിക്ക് നോമ്പ് തുറക്കാൻ നേരത്തൊരു 1/2 കിലോൻ്റെ കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ആ കേക്ക് ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞാണ്ട് അതും പേര് എഴുതണ്ട പറഞ്ഞു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രം എഴുതിയാൽ മതി പറഞ്ഞിന്. അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ കേക്ക് കൊണ്ട് റെഡിയാക്കി കൊടുത്തു. പിന്നെ നോമ്പ് തുറക്കാൻ നേരമായപ്പോൾ നമ്മൾ മേശപ്പുറത്ത് ബാലൻസിലെ കടികളൊക്കെ എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ നോമ്പ് തുറക്കാൻ ഈത്തപ്പഴം അതേപോലെ 2 കട്ട്ലറ്റ് ബാലൻസ് ഉണ്ടായിരുന്നു അതിൽ. അതേപോലെ സമൂസ, പിന്നെ ഈത്തപ്പഴം പൊരി, പിന്നെ കുറച്ച് കട്ട്ലറ്റ് അല്ല കേട്ടോ, എന്താ പറയുക, കൊക്കവട ഉണ്ടായിരുന്നു കേട്ടോ. പൊറാട്ടയും പിന്നെ ഇതൊക്കെ കൊണ്ടുവന്നീന്. അപ്പോൾ കുറച്ച് കൊക്കവട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വത്തക്കതാ, പിന്നെ നമ്മളെ ഷമാം ജ്യൂസ് തന്നെയാണ് കേട്ടോ, പിന്നെ ഓറഞ്ച് ജ്യൂസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ